ചെറുപ്പക്കാർക്കും മനസ്സിലാക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരാഴ്ചയായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ വീട് ഇവിടുന്ന് 100-200 മീറ്റർ അകലെയാണ്. ഇപ്പൊ വന്ന തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി തയ്യാറാണ്. ജനുവരി 21-ന് കോഴിക്കോട് നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലിയോടനുബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന നേതൃയാത്രയുമായി ബന്ധപ്പെട്ട് ജനുവരി 11 വ്യാഴാഴ്ച മുട്ടം ഹോട്ടൽ ഹസ ഹാളിൽ വെച്ച് നടന്ന എറണാകുളം ജില്ലാതല സംഗമത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒച്ചപ്പാടുണ്ടാകുകയും ലീഗ് ജില്ലാ പ്രസിഡന്റ് കയ്യിൽ നിന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ മൈക്ക് തട്ടിയെടുക്കുകയും ചെയ്തു. എനിക്ക് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത്, 80 കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമുണ്ട്, ചരൽക്കുന്ന് ക്യാമ്പിൽ എന്റെ പ്രിയപ്പെട്ട നേതാവ് ടി അഹമ്മദ് കബീർ സാഹിബും KP മജീദ് സാഹിബും നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗ് കമ്മിറ്റി, ബാബാ സാഹിബും നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗ് കമ്മിറ്റി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമുണ്ട്. വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി, ജീവിത വിശുദ്ധിക്ക് ഇസ്ലാമിക ശിക്ഷണം. ആ ഇസ്ലാമിക ശിക്ഷണവും വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും ഉറപ്പുവരുത്താൻ ഈ യുവ സംഘത്തെ സജ്ജമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് വളരെ ഖേദത്തോടും പ്രയാസത്തോടും കൂടി പറയട്ടെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 3-ാം മാസത്തിൽ നമ്മുടെ വിരൽ ചുണ്ടുകളെ സൃഷ്ടിച്ച അള്ളാഹു നാളെ പരലോകത്ത് ഈ വിരൽച്ചുണ്ടുകളെ വീണ്ടും സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നൊരു വിചാരണയുണ്ട്, അത് നേരിടേണ്ടി വരും, അതിൽ ഒരു സംശയവുമില്ല. നേരത്തെ ഇസ്മായിൽ ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു, അതിന് മുമ്പൊരു വർത്താനമുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കും. ആ ഘട്ടത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, എന്റെ നേതാവ് പഠിപ്പിച്ച കായികമന്നത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൽ നിന്നും, പാണക്കാട് പൂക്കോയത്തങ്ങളിൽ നിന്നും, CD സാഹിബിൽ നിന്ന്, CH നിന്ന് രാഷ്ട്രീയം പഠിപ്പിച്ച ടി അഹമ്മദ് കബീർ സാഹിബ് പറഞ്ഞൊരു വാക്കിവിടെ അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട്, ആരെയും മാറ്റി നിർത്താനും ആർക്കും മാറ്റി നിർക്കാനും ഈ സംഘടനയിൽ നിന്ന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിച്ച കാര്യം. യോഗത്തിൽ ബഹളമുണ്ടായതോടെ ജില്ലാതല സംഗമം നിർത്തിവെക്കുകയും ചെയ്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.